ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മെൽബണിൻ്റെ ഏകദേശം ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ബട്ട് സിൻസ് നമ്മളൊരു ലോങ് ഡ്രൈവ് പ്ലാൻ ഇട്ടുകൊണ്ടാണ് ഷോർട്ട് റൂട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കറങ്ങി തിരിഞ്ഞ് കുറച്ച് ലുക്കൗട്ട് പോയിന്റ്സ് ഒക്കെ കണ്ട് കുറച്ച് നിർത്തി പതുക്കെ പോയാൽ മതിയല്ലോ വിചാരിച്ചു. അങ്ങനെ ഇതാണ് നമ്മളുടെ ന്യൂ റൂട്ട് ടു ദ ഡെസ്റ്റിനേഷൻ. ഈ ന്യൂ റൂട്ട് ടു ദ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ആഡ് ചെയ്തൊരു മെയിൻ സ്റ്റോപ്പിംഗ് പോയിന്റ് ആണ് ആൽബർട്ട് പോർട്ട്. അങ്ങനെ നമ്മളെ ക്യാമ്പിംഗ് തുടങ്ങിയിരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ പ്ലാനാണ്. കുറച്ച് ദിവസം പനി ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെ അതിലൊക്കെ പ്ലാനുകളൊന്നും പ്രോപ്പർ അല്ല. അങ്ങനെ പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്ലാൻ വഴി നമ്മൾ ആദ്യം ഡ്രൈവിന് പോകാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു 1 ഡേ ക്യാമ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ചെല്ലണു, ഒരു 1 ഡേ ക്യാമ്പ് അടിച്ച് നിൽക്കണു, ഒരു ലോങ് ഡ്രൈവ്. നമ്മൾ മെൽബണിന്റെ ഒരു സൈഡിൽ നിന്ന് വേറെ ഒരു അതൊക്കെ കോർണറിലേക്ക് പോവുകയാണ്. അതിനിടയിൽ കൂടെ നമ്മൾ കുറച്ചിങ്ങനെ ലുക്കൗട്ട് പോയിന്റ്സ് ഒക്കെ കണ്ട് കുറച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് ഡ്രൈവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പതുക്കെ പോവാം. ഈ ഡ്രൈവ് കൊണ്ട് എന്റെ ഡ്രൈവിംഗ് സ്കിൽ നല്ലത് ഇതാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈറ്റ് ലൈക്ക് വലിയ വെഹിക്കിൾസ് വണ്ടികളൊന്നുമില്ല. പിന്നെ 180 എന്നുള്ള സ്പീഡിലാണ് ഓടിച്ചു പോകുന്നത്. അപ്പൊ വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഇതുവരെ 100-ൽ ഓടിച്ചിട്ടില്ല. അപ്പോൾ 100 kbs ഓടിക്കുമ്പോൾ ആ പേടി മെയിൻ റോട്ടിൽ തന്നെ കയറി ഓടിക്കണേക്കാൾ നല്ല ഇങ്ങനത്തെ റോട്ടിൽ ഓടിക്കുകയാണെങ്കിൽ ക്രൂയിസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ പേടിയൊന്ന് മാറും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അങ്ങനെ നമ്മളെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് ക്യാമ്പ് സൈറ്റിൽ നിന്ന് കാണാം. നല്ല പാട്ട്, ഇഷ്ടമായി പാട്ട്. മെൽബൺസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് പോർട്ടാണ് പോർട്ട് ആൽബർട്ട്. ഇതിൻ്റെ പഴയ പേര് തന്നെ ഓൾഡ് പോർട്ട് എന്നാണ്. പിന്നെ ലേറ്റർ ക്യൂൻ വിക്ടോറിയയുടെ ഹസ്ബൻഡായ ആൽബർട്ടിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ നെയിംഡ് ഇറ്റ് ആസ് പോർട്ട് ആൽബർട്ട്. ഒന്നും പറയാനില്ല, നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. ഇതൊരു റിക്രിയേഷണൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഫിഷിംഗ് സ്പോട്ടാണെന്നാണ് പറയണത്. ഈ കാണുന്ന ബോട്ട്സ് എല്ലാം പ്രൈവറ്റ് ബോട്ട്സ് ആണ്. അപ്പോൾ അവരുടെ ഒരു ഹോബിക്ക് വേണ്ടിയിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഇവിടെ ഫിഷിംഗ് ഒക്കെ. പിന്നെ മിക്ക വീടുകളും ഇവിടെ ഒരു ഹോളിഡേ ഹോംസ് ആണെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ നമ്മളെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ട്. എങ്ങനെയാ വെച്ചാൽ ഇത് നമ്മുടെ ഏരിയ. ഇവിടെയൊക്കെ വേറെ ആൾക്കാർ വരും ആ സൈഡിലൊക്കെ. ഇനി ആ സൈഡിലാണ് ബീച്ചാണ്. തൊട്ട് നടക്കുന്ന സൈഡിൽ ഈ ബുഷിൻ്റെ അപ്പുറത്തേക്കുള്ള സൈഡ് ബീച്ചാണ്. 2 minutes വാക്ക് അത് ബീച്ചാണ്. ബീച്ചിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ അൺപാക്ക് ചെയ്യാൻ പോവാണ്. ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കാം നമുക്ക്. നമ്മളാകെ ഒരു ദിവസത്തെ ക്യാമ്പിങ്ങിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നൈറ്റാണ് നമുക്കുള്ളത്. നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ചെക്കൗട്ടും ചെയ്യണം. നമ്മൾ കുറച്ച് മിനിമലിസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മുൻകൂട്ടി പ്ലാനൊന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളാകെ ഇതിൽ നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ മൊത്തം ക്യാമ്പിങ് എക്യുപ്മെൻറ്റ്സ് എന്നല്ല, പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു. ഫുഡെല്ലാം കൂടെ ഒരു ബാഗ് വെച്ചു. ഒരു ചെല്ലാസ്, ഒരു ഫയർവുഡ് വാങ്ങിച്ചിട്ടുണ്ട്, പിക്നിക് മാറ്റ്, കൊട, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിനി ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്യാമ്പെല്ലാം സെറ്റ് ചെയ്തു. ചെയറും ബെഞ്ചും എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഏകദേശം ഒരു 6 മണിയായി, ഏകദേശം അല്ല 6:05.
ഇനി നമുക്ക് വൈകുന്നേരത്തെ ഫുഡ് അടിക്കണം. നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പാക്കപ്പ് ചെയ്ത് പോവുകയാണ്. നമ്മൾ സഡൻ ആയിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒറ്റ നൈറ്റ് സ്റ്റേ അതായിരുന്നു മെയിൻ. പിന്നെ ജസ്റ്റ് ഒന്ന് വന്ന് പീസ്ഫുള്ളായിട്ട് ഒന്ന് നേച്ചറായിട്ട് ഒന്ന് ഇടപഴകിയിരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രോസൺ ചപ്പാത്തീസും ഉണ്ട്, പിന്നെ കുറച്ച് ഞാൻ ചോറ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ മാഗി എല്ലാം കയ്യിലുണ്ട്. അങ്ങനെയാണ്. പിന്നെ ബ്രെഡ് ഉണ്ട് നാളെ രാവിലേക്ക്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇന്ന് രാത്രിത്തെ ഡിന്നറും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെൽബണിൻ്റെ ഒരു കോർണറിൽ നിന്ന് നമ്മൾ വേറൊരു കോർണറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പാരഡൈസ് ബീച്ച്. ഈ ബീച്ചും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇതുവരെ നമ്മൾ പോയിട്ടുള്ള ബീച്ചുകളെല്ലാം ഭയങ്കര ടൈഡ് ഭയങ്കര കുറവുള്ള ബീച്ചാണ്. ഇത് കുറച്ച് നല്ല ടൈഡി ആയിട്ടുള്ള ബീച്ചാണ്. ഇപ്പോൾ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയൊരവസ്ഥയല്ല, നല്ല ഹൈ ടൈഡാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ സാധാരണ ഇവിടെ ക്യാമ്പും കളിച്ച ആൾക്കാരെല്ലാം വന്ന് ഫിഷ് ചെയ്യലും ഒക്കെ ആയിട്ട് ഈ ബീച്ച് കുറച്ചും ബിസിയാണ്. പക്ഷേ ഇന്ന് ഹൈ ടൈഡ് ആയതുകൊണ്ട് ആരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല, ഫിഷിങ്ങിനൊന്നും ആൾക്കാരെ കാണാനില്ല. അപ്പുറത്തെ ക്യാമ്പിങ്ങിനുള്ള ആൾക്കാർ വന്നു തോന്നുന്നുണ്ട്. സക്സസ്, പ്രൊഡക്ടിവിറ്റി, പോസിറ്റിവിറ്റി, ഇതിൻ്റെ എല്ലാവരും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അൺവൈൻഡിങ് നമുക്ക് അത്യാവശ്യം കേട്ടോ. നെറ്റ്വർക്ക് ഇവിടെ ഭയങ്കര കുറവാട്ടോ. ഫോണൊന്നും അധികം ഉപയോഗിക്കാതെ ചുമ്മാ ഒരു ചായയൊക്കെ കുടിച്ച് 1-2 മിനിറ്റും പറഞ്ഞിരിക്കാൻ നല്ല രസമല്ലേ. ഇത്രയും അടിപൊളി ബീച്ച് കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു വൈകുന്നേരം നമുക്ക് സൺസെറ്റ് കാണാമെന്ന്. പക്ഷേ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സൺസെറ്റ് വേറൊരു സൈഡിലായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു സൺസെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ ബീച്ചിൽ പോയി നോക്കിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു കാഴ്ചയാണ് നമ്മൾ കണ്ട്. സ്കൈ എല്ലാം ഇങ്ങനെ പിങ്ക് ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര ഗോൾഡനും പിങ്കും എല്ലാം കൂടെ ചേർന്നൊരു കളറും ഭയങ്കര തണുപ്പും കാറ്റും ഭയങ്കര നല്ലൊരു ക്ലൈമറ്റായിരുന്നു. 8:34 PM ആയിട്ടും ഇരുട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമ്മറാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുട്ടാവാത്. അതായത് നമുക്ക് ലോങ് ഡേയ്സ് ആണ് ഉണ്ടാവാറ്. ലേറ്റായിട്ടാണ് സൺസെറ്റ് എല്ലാം ഇവിടെ ഉണ്ടാവാറ്. വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടി ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രോസൺ ചെയ്തിട്ട് എസ്കിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാഗിയും ചിക്കനൊക്കെ ഉണ്ടാക്കി. പിന്നെ ഭയങ്കര ഇരുട്ടാൻ തുടങ്ങി. ഞങ്ങൾ വേഗം ഫുഡെല്ലാം അടിച്ചു. പക്ഷേ എനിക്ക് അപ്പോഴേക്കും കുറച്ച് ടെൻഷൻ ആവല് തുടങ്ങി. ഇരുട്ടാവാൻ തുടങ്ങിയപ്പോഴേക്കും ലൈറ്റൊന്നുമില്ല ചുറ്റോറും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ക്യാമ്പിങ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരെ, ഇത് നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആൾക്കാരില്ല. പിന്നെ ആകെ ഇരുട്ടാണ്, ഫോണിന് നെറ്റ്വർക്കും അധികമില്ല, മനുഷ്യന്മാരെ എവിടെയും കാണുന്നില്ല. അപ്പോൾ അതൊരു
പേടിയുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. കുറച്ച് അഡ്വഞ്ചറസ് ആണ് പ്രാവശ്യം. ലാസ്റ്റ് വട്ടം മലീഷേട്ടലും എല്ലാവരും ഉള്ളപ്പോൾ ഇത്ര ടെൻഷൻ അപ്പോഴേക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അന്ന് ക്യാമ്പിങ്ങിന് പോകണം. അപ്പോഴേക്ക് കുറച്ച് ടെൻഷനായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ സോളോ അഡ്വഞ്ചറസ് ട്രിപ്പാണ്. അപ്പുറത്തെ ക്യാമ്പിങ് സൈറ്റിലൊന്നും ഒരാളില്ല. ആകെ ഇരുട്ട്, പുറത്ത് നോക്കിയാൽ ആകെ ഇരുട്ട്, വേറെ ഒന്നും കാണാനില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ്. എന്തായാലും ഗുഡ് നൈറ്റ്. വീണ്ടും ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. രാവിലെ ആയി, നമ്മൾ വീണ്ടും ചായയൊക്കെ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതാണ് നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇൻഫ്ലേറ്റബിൾ ബെഡും 2 പുതപ്പും തലോണയും പിന്നെ സൈഡിൽ കുറച്ച് പൗച്ചസ് ഉണ്ട്. രാവിലെ 7:30 ആണെങ്കിലും ഭയങ്കര വെയിലായിരുന്നു. നല്ല വെയിലാ. വേഗം ഫുഡ് ഉണ്ടാക്കണോ? എന്നുവെച്ചാൽ ആദ്യം ടോസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊരു കാര്യം കൂടി ഉണ്ടായി. ഓസ്ട്രേലിയയിൽ ബുഷ് ഫയർ തുടങ്ങി. അതായത് ചൂട് കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബുഷ് ഫയർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ എമർജൻസി ടീം വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഒന്ന് റൗണ്ടിന് വന്നതാണ്. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ക്യാമ്പിംഗ് ഏരിയയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വന്നത്. നമുക്ക് ഇന്നലെ തന്നെ വാണിംഗ് കിട്ടിയായിരുന്നു ബുഷ് ഫയർ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഫയർവുഡ് എല്ലാം കൊണ്ടുവന്നുണ്ടെങ്കിലും നമ്മളൊന്നും കത്തിച്ചില്ല, ക്യാമ്പ് ഫയർ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം ഇൻചാൻസ് എന്തെങ്കിലും ഒരു ചെറിയ പൊരി വീണ് ആ ബുഷിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ബുഷ് ഫയർ ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുതിയൊരു അതിഥീനെ നമ്മൾ കണ്ടു. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാണ് കാണാൻ അല്ലേ. നമ്മൾ ഇതിനെ സൂലൊക്കെ അല്ലേ പോയി കാണാറ്. ഇത് നമ്മൾ അടുത്തൊക്കെ വന്നിരിക്കല്ലോ തുടങ്ങി. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ബാക്കിൽ ആ ചെടിയിൽ വന്നിരിക്കണ്ടായിരുന്നു. വിൻ ബാഗിൻ്റെ അടുത്തേക്ക് വന്നതാ. എടുക്കട്ടെ, മുറുക്കി മാറ്റണ്ടല്ലേ. ഞാൻ കട്ടിംഗ് ബോഡിക്ക് വെക്കത് എന്നിട്ട് മുറിക്കണേ. ഞങ്ങൾ പിന്നെ അൺപാക്ക് ചെയ്യാൻ തുടങ്ങിയല്ല. അത് അങ്ങനെ ടെൻ്റെല്ലാം പാക്ക് ചെയ്ത് കാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ ബീച്ചിൽ ഇറങ്ങാമല്ലോ എന്നായിരുന്നു പ്ലാൻ. ഒരു 8:30 ആയപ്പോഴേക്കും നമ്മളെല്ലാം പാക്ക് ചെയ്ത് കാറിലാക്കിയിട്ട് പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങി. ഇന്നലത്തെ പോലെ അല്ല ഇവിടെ ബീച്ചിൽ. ഇന്ന് കുറച്ചും കൂടെ നല്ല ക്ലൈമറ്റാണ്, കുറച്ച് തണുപ്പാണ് ഇന്നലത്തേനേക്കാളും. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് ബീച്ചിലായിരുന്നു. ഇത് ബീച്ച് ഫുൾ ഓണാണ്. എല്ലാവരും കൂടി ഫിഷ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ബീച്ചിൽ ഇറങ്ങാൻ കുറേ ആൾക്കാർ. അങ്ങനെ നല്ല വൈബായിരുന്നു ഇന്ന് ബീച്ചിൽ.